ായിരുന്നു എൻ്റെ കൂടെ ലാലേട്ടനും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ ഭൂരിപക്ഷം വരുമ്പോഴും സുരേഷ് ചേട്ടനെ വിളിക്കുമ്പോൾ ചേട്ടനും പറയും ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നില്ല, കുറച്ചുകൂടി കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് പറയും. അങ്ങനെ ഭൂരിപക്ഷം കൂടി വരുമ്പോഴാണ് പിന്നീട് പോകുന്നു. അതിനുശേഷം MP ആയപ്പോൾ വിളിച്ചു, ചേട്ടാ മന്ത്രിയാകണേ എന്ന് പറഞ്ഞു. അപ്പം ചീത്ത വിളിച്ചു. ഞാൻ ഒരിക്കലും മന്ത്രിയാകില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാനുണ്ട്, ഒരുപാട് കാശിൻ്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞപ്പോഴും നമ്മുടെ മനസ്സിലൊരു കള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മന്ത്രിയാവണമെന്നുള്ളത്. പിറ്റേ ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടപ്പോൾ മനസ്സിലായി മന്ത്രിയാകുമെന്ന്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ തലയിൽ ഗുരുവായൂരപ്പൻ വരച്ച വര തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം വേണ്ട എന്ന് പറയുന്ന ഒരാളെ മന്ത്രിയാക്കുക, ഒരു ഗുരുവായൂർ പോലുള്ള ഒരു സ്ഥലത്തും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പ്രാതിനിധ്യമുള്ള എല്ലാ മതസ്ഥരും ഒരുപോലെ വോട്ട് ചെയ്യുക, ഇത്രയധികം ഭൂരിപക്ഷത്തോട് ജയിക്കുക, ജനങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റുവാങ്ങുക, ഇതൊരു വലിയ കാര്യം തന്നെയാണ് ചേട്ടാ. ശരിക്കും എനിക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ നിർമ്മാതാക്കളുടെ അവസ്ഥയെക്കുറിച്ച് ഒരു ദിവസം വീട്ടിൽ ചെന്ന് പറഞ്ഞു, വളരെ വിഷമം അനുഭവിക്കുന്നവരെന്ന്. സത്യസത്യമായി പലർക്കും അറിയാമല്ലത്, 1 കോടി രൂപയാണ് ചേട്ടൻ ഞങ്ങളുടെ ഫണ്ടിലേക്ക് തന്നത്. എത്ര പേരുണ്ട് ഇവിടെ സിനിമയിൽ, അത്തരം എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ ഈ ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ, ഈ വളർച്ചയിലേക്ക് എത്തുമ്പോൾ അതിലേറ്റവും അധികം സന്തോഷിക്കുന്ന സ്വന്തം വീട്ടിലെ ചേട്ടൻ ഇത്രയും വലിയ പൊസിഷനിലേക്ക് എത്തുമ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അന്യനാണ് ഞാൻ. താങ്ക് യു.